നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ എന്തിനാണ് LDF ഇയാൾക്ക് എന്തിനാണ് ഇത്രയും വലിയ ചൊറിച്ചലിന് സ്പർശം എന്താണുള്ളത് ഇതിനകത്ത്? പരിശുദ്ധമാണോ? അല്ല, പരിശുദ്ധത്തിന്റെ എല്ലാ വിഷയം. ഞാനതിനകത്ത് വേറൊരു സംഭവം പറയാം. 1964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെറുക വളർന്നല്ലേ? 1964. ഞാൻ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് പറയുന്നത്, വെറുതെ ബടായിയല്ല. 1964, 65 ഇലക്ഷൻ നടന്നു. ഈ ഇലക്ഷൻ നടന്നപ്പോ മലബാർ മേഖലയിൽ CPIM ചെയ്തിരിക്കുന്ന വിദ്യ എന്തായിരുന്നു? വോട്ട് കിട്ടാൻ ചെയ്തിരുന്ന മലബാർ മേഖലയിലെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ നേതാക്കന്മാരെ കണ്ട് അവരിൽ നിന്ന് വോട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ വോട്ട് സ്വീകരിച്ചത് നമ്പൂരിപ്പാടില്ല. ആ വോട്ട് സ്വീകരിച്ചതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ആളാരാണെന്ന് പറഞ്ഞാൽ, ഒന്ന് AKG ആണ്, രണ്ടാമത്തെ ആൾ KPR ഗോപാലേട്ടനാണ്, മൂന്നാമത്തെ ആൾ മരിച്ചു പോയിരിക്കുന്ന ചാത്തുണ്ണി മാർസ് എന്ന് വിളിക്കുന്ന ചാത്തുണ്ണി മാഷാണ്. ഈ 3 പേരുടെ ഓപ്പറേഷന്റെ ഭാഗമായാണ് മലബാർ മേഖലയിലെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ വോട്ട് വാങ്ങിയിട്ടാണ് CPIM എന്നൊരു പാർട്ടി ഇവിടെ വരുന്നത്. ഈ മലബാർ മേഖലയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായി രൂപാന്തരപ്പെട്ടത്. മാറിയത് അങ്ങനെയാണ്. അത് അന്നേരം പറഞ്ഞ ന്യായം എന്താണ്? ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മുഴുവൻ തന്നെ റിവിഷനിസത്തിനെതിരായി വന്നിരിക്കുന്ന വോട്ടാണ് എന്നാണ് വ്യാഖ്യാനിച്ചത് ഈ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. CPIക്കാർ റിവിഷനിസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? പഴയ ഡോക്യുമെന്റ് എടുത്ത് വാങ്ങി. ഈ സ്വരാജിനെ പോലത്തെ ഒരു വസ്തു ചരിത്ര വിവരമോ മാനസികത്തിന്റെ അടിസ്ഥാനപരതി ഒരു മണ്ണാങ്കട്ടി അറിയാതിരിക്കുന്ന വിദ്വാൻ ഒന്നും അറിയില്ലപ്പാ, ഒന്നും അറിയില്ല. പിന്നെ ഓരങ്ങനെയാണ് എന്ന പാർട്ടിന്റെ അകത്താണ് പറഞ്ഞുകൊണ്ട് നമുക്ക് വല്ല രക്ഷയില്ലല്ലോ. EMS കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും സ്വരാജ് പാർട്ടിയിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള, അതായത് പ്രായം വളരെ കുറവുള്ള ഒരു ബുദ്ധിജീവിയാണ്. അതായിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഈ ചങ്ങായിയോട് ഈ വസ്തുത ഉണ്ടോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും കാണുകയോ ഇപ്പൊ കിട്ടുന്നാലും കിട്ടുമോ കാണുകയുണ്ടോ ചോദിച്ചാൽ ചങ്ങായി മറുപടി പറഞ്ഞു നോക്കുക. ഈ 65 അന്നുണ്ടാക്കിയിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായി തുടർച്ച അതിനെന്ത് ചെയ്തു? അതിന് EMS എന്ന് പറഞ്ഞു അത് റിവിഷനിസത്തിനെതിരായി വന്നിരിക്കുന്ന വോട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് CPI ദുർബലപ്പെടുത്തുകയും CPIM ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായി കേരളത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തത് ഈ പറയാവുന്ന ബാന്ധവത്തിലൂടെയായിരുന്നു. ഇല്ലാന്ന് ആരെങ്കിലും നിഷേധിക്കുമോ? അതിന് പിന്നീട് പിന്നീട് എല്ലാ ഘട്ടങ്ങളിലും CPIM എന്ന് പറഞ്ഞ പാർട്ടി എന്ത് ചെയ്യേണ്ടത്? ഈ തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇല്ലാന്ന് അവർ നിഷേധിക്കുമോ? INL എന്ന് പറഞ്ഞൊരു പാർട്ടി, ഇന്ത്യൻ നാഷണൽ ലീഗ്, അങ്ങനെ ഒരു ലീഗ് ഇല്ല സർ കേരളത്തിൽ, ലോകത്തിലില്ല. കാരണം ഈ ഇസ്ലാമിന്റെ ദേശീയത എന്ന് പറഞ്ഞ അറബ് ദേശീയതയാണ്. പിന്നെ എവിടെയാണ് അവർക്ക് നാഷണൽ ഫീലിംഗ്? ഒരു ഇന്ത്യൻ നാഷണൽ എന്ന് പറയുന്നത് നാഷണൽ ഇല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത പേര് പോലും നിർദ്ദേശിച്ചു കൊടുത്തുകാരാ EM ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ? അതിന്റെ ഒരു കഷ്ണല്ലേ ഇപ്പൊ ഇതിനകത്ത് അഹമ്മദ് എവർകോവിൽ എന്ന് പറഞ്ഞ വിദ്വാൻ ഇതിനകത്ത് ഉള്ളത്. മറുഭാഗത്ത് വരുന്നു PDP. ഈ PDPക്ക് അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ അടക്കാനുള്ള മുഴുവൻ പരിപാടി ഒപ്പിച്ചു കൊടുത്തുകാരാ മരിച്ചു വെക്കുന്ന കൂടുതൽ ഷാഫി തറൂപ്പ് പൊതുവെ ചെയ്ത് പണിയല്ലേ എടുത്തത് അല്ലേ? അവസാനം എന്തായി തീരുകയാണ്? അവരെ കൂടി ആകെ ബന്ദിയാക്കി വെച്ചു. അവരുടെ വോട്ട് വാങ്ങിയാൽ ആ വോട്ട് എന്നാണ് അതെന്താ പറഞ്ഞത്? പീഡിപ്പിക്കപ്പെട്ടവരുടെ വോട്ടാണെന്നാ. P. ജയരാജൻ സഖാവ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പുസ്തകത്തിൽ ഈ മദനിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. PDPക്കാർ അത് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ തീർക്കുകയുണ്ടായി. അല്ല, അതെന്തുവാട്ടെ, അതല്ല ഇവർ തമ്മിലുള്ള, അതല്ല ഈ പറയുന്ന മുഖ്യമന്ത്രിയും കമ്പനിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സംഭവങ്ങളാണ്. അതിലൊന്നും വേറൊരു മണ്ണാങ്കട്ടയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അപ്പൊ ഞാൻ അതെല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യ അട്ടിമറിക്കാൻ പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് പിന്നെ ഇന്ത്യ അവരെടുത്തിരിക്കുന്ന നിലപാട്? അഖിലേന്ത്യാ തലത്തിനകത്ത് BJP സംഘപരിവാർ രാഷ്ട്രീയം നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ആധിപത്യം ചെലുത്തി കഴിഞ്ഞോടുകൂടി അവരെ ടോപ്പിൾ ചെയ്യാൻ, അവരെ തകർക്കുക. ഇവിടെ പലരെയും RSSനെ പോലെ ഇപ്പം ഗോവിന്ദൻ മാഷ് എന്താണ് ജമാഅത്തിയെ കമ്പയർ ചെയ്തത്? അവര് RSS എന്താണോ മുമ്പോട്ട് വയ്ക്കുന്നത് അതാണ് ജമാഅത്തി മുമ്പോട്ട് വയ്ക്കുന്നത്. മതരാഷ്ട്രമാണ് ലക്ഷ്യം. ആഗോള ഇസ്ലാമിക ഏകാധിപത്യത്തിനാണ് ജമാഅത്തി ശ്രമിക്കുന്നത് എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നാണോ? RSSും ജമാഅത്തിയും ഒന്നാണോ? അല്ല, ഒരിക്കലും ഒന്നല്ല അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട്. ഒന്നാമത് എന്താ പറഞ്ഞാൽ ലോകത്തിനകത്ത് നടക്കുന്ന പുതിയ ചലനങ്ങളെ കുറിച്ച്, ലോകത്തിനകത്ത് നടക്കുന്ന പുതിയ സമരരൂപങ്ങളെ കുറിച്ച്, അതിനകത്ത് കിടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് ഒരു വിവരവും വാസ്തവത്തിലായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗോവിന്ദനൊന്നും ഒന്നുമില്ല, ഒരു വസ്തുത. ഈ മലപ്പുറത്ത് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന നവോത്ഥാന പ്രക്രിയകൾ നടക്കുന്നത്, വലിയ നവോത്ഥാന പ്രക്രിയകൾ നടക്കുന്നത് മലപ്പുറത്ത് പോലും. അതുകൊണ്ടാണ് ശരിക്കും എന്തുകൊണ്ടാണ് മലപ്പുറത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ MBBS പഠിക്കുന്ന പെൺകുട്ടികളായി മാറുന്നത്? അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ വെക്കുന്ന പെൺകുട്ടികളായി മാറുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് മുഴുവൻ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ പരമ്പരാഗതമായി പറഞ്ഞു വന്നിരിക്കുന്ന ക്ലീഷകളൊന്നും മലപ്പുറത്തിന്റെ മണ്ണിൽ വേവില്ല സാർ, വേവില്ല. അത് വെറുതെ ഇല്ലാത്തൊരു ബ്രാൻഡ്, ഈ ബ്രാൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് നേരത്തെ ഈ പറയുന്ന മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറം സ്വർണ്ണക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെയും സ്ഥലമാണെന്ന് അയാൾ വ്യാഖ്യാനിച്ചത്. കാരണം അയാൾക്കൊന്നും അറിയാം ചരിത്രത്തിനകത്ത് എങ്ങനെയാണ് ഒരു മുമ്പോട്ടേക്കുള്ള സ്റ്റെപ്പ് അല്ല അവർ കാണുന്നത്. എങ്ങനെ
ഒരു സമുദായത്തിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി അതിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ചിന്ത ആരുടേതാണ്? ആ ചിന്ത സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ചിന്തയുടെ ഭാഗമാണത്. അവിടെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഇതാണെന്ന് പറയുക വഴി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇസ്ലാമിനെ പൊതുവിൽ എന്ത് ചെയ്യുക, അതിനകത്ത് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബ്രാൻഡിങ് എന്താണ്? ആ ബ്രാൻഡിങ് പ്രോ സംഘപരിവാർ നിലപാട് തന്നെയാണ്. അത് പറയേണ്ട കാര്യം. അത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ബൗദ്ധിക നേതൃത്വത്തിൽ അത് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് നാഷണൽ പൊളിറ്റിക്സിനകത്ത് എന്ത് വേണം, ഈ പറയുന്ന പിന്നെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പോലുണ്ടായിരിക്കുന്ന ഇന്ത്യ മുന്നണി പോലുള്ള ഒരു സംവിധാനത്തെ പിന്തുണക്കണമെന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നിലപാടിലേക്ക് അവർ എത്തിയത്. ഈ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിയതിന്റെ ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായിരിക്കുന്ന ഉദാഹരണമാണ് പിന്നെ നമ്മുടെ ഈ കേരള മന്ത്രിസഭക്കകത്തുണ്ടായിരുന്ന കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മറ്റേ പിന്നെ പി പ്രസാദ് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഭാരതാംബയുടെ കൊടി അതിന്റെ മുമ്പിൽ ഞാൻ പിന്നെ എന്താ പറയാ, അതിന്റെ മുമ്പിൽ പിന്നെ ഇത് നടത്തില്ല എന്ന് പ്രസാദ് പറയുന്നത് അവിടെയാണ്. ആ കൊടി എന്ന് പറയുന്നത് അത് എവിടെയത് പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതത്തിന്റെ കൊടിയാണത്. അങ്ങനെ അഖണ്ഡ ഭാരതമല്ല ഇന്ത്യയുടെ ഈ ചിഹ്നം എന്ന് പറയുന്നത്, അല്ല, കൊടിയോതല്ല. അപ്പൊ അതല്ലാത്തൊരു സ്ഥിതി അതാണെന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് വിഷയം ഉണ്ടാകുന്നത്. അതിന്റെ മേലെ എന്ത് ചെയ്യാണ്? അതിന്റെ മേലെയാണ് പിന്നീട് പിന്നെ ഒരു പുതിയ വാദമുഖങ്ങളിൽ കൊണ്ടുവരിക, ആ വാദമുഖത്തിനെ കൊണ്ടുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ കൊണ്ടുവരിക. അവിടെയും എന്താണ്? അവിടെയും ഇതെല്ലാം ഇയാളെ നിർബന്ധിക്കുന്ന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പരിവാർ എന്ന് പറയുന്ന സംഭവത്തെ രാഷ്ട്രീയമായി എതിർക്കുകയോ വിയോജിക്കുകയോ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇയാളും കുടുംബവും ജയിലിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്താണ്, ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ ന്യൂ ഫാസിസ്റ്റ് ആണോ എന്ന് പറയുന്ന വിഷയം ഇപ്പോഴും ഒരു സംശയാലുക്കളാണ് അവര്. MA ബേബി പോലും പറയുന്നത് എന്താണ്? അത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നു എന്നാണ്. എന്ത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സാറി പറഞ്ഞല്ലോ? എന്ത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സാറി പറഞ്ഞല്ലോ? അപ്പൊ ഇത്ര സങ്കീർണമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയമൊന്നുമല്ല, പറഞ്ഞു വരുമ്പോഴാണ് ഈ അൻവറിന്റെ വിഷയം എന്താ ഈ രീതിയിലേക്ക് നമ്മൾ ഒരു പുതിയ രീതിയിൽ വായിക്കേണ്ടുന്ന ഒരു വിഷയം ഇതിനകത്ത് വരുന്നത്. അവിടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പിന്നെ റിഫ്ലക്ഷൻ അതിനകത്ത് പിന്നെ അൻവറിന്റെ വോട്ടിംഗ് പാറ്റേണിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ പിന്നെ സംശയം ഉണ്ടാവും. ഒരുപാട് നന്ദി.